ഹായ്, സെൽഫ് കോൺഫിഡൻസിനെ പറ്റി പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. നമ്മുടെ ചെറുപ്പത്തിൽ ഒരു ടീനേജ് മുതൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ തോന്നുക, നമുക്ക് ഒന്നിലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം മറ്റുള്ളവരോട് വർത്തമാനം പറയുമ്പോഴാണെങ്കിലും നമുക്കൊരു ആഡ്വക്കേറ്റ് ആയിട്ട് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെന്താ ഇച്ചിരി ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ തന്നെ ഒരു സന്തോഷമോ നമ്മളെപ്പറ്റി നല്ലൊരു ഇമ്പ്രഷനൊന്നും തോന്നുന്നില്ല. ചില ആൾക്കാർക്ക് ഇച്ചിരി ഓവറായിട്ടാണ്, ചില ആൾക്കാർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഭയങ്കര ഇമ്പ്രഷനായിരിക്കും അവരെ പറ്റി, ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് വേറെ പ്രശ്നമാണ്, നമുക്ക് പിന്നീട് പറയാം. പക്ഷേ ഇത് വളരെ നോർമലായിട്ട് ഒരുപാട് പേരെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഇതിനകത്ത് വലിയ സൈക്കോളജിക്കൽ സംഭവമൊന്നുമല്ല. ഞാൻ സൈക്കോളജിക്ക് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റിയുള്ള അതിന് സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിനൊക്കെ മുമ്പ് ഞാൻ പ്രാക്ടീസ് ഉള്ളൊരു സംഭവത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര സെൽഫ് എസ്റ്റീമും അല്ലാതെ ലോ ആയിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് തീരെ ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഒക്കെ ആയിരുന്നു എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്ത ഒരു 3-4 കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് വലിയ സൈക്കോ തെറാപ്പി ഒന്നുമല്ല, സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു പ്രൊഫഷണൽ വേ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടെക്നിക്കൊന്നുമല്ല, സിമ്പിൾ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമായിരിക്കും. സാധാരണ ഒരു പോപ്പുലറായ ചില മെത്തേഡ്സാണ്. ഒന്ന് ഞാൻ ട്രൈ ചെയ്ത ഒരു മെത്തേഡാണ്. ഞാൻ 4 കാര്യങ്ങളാണ് ഞാൻ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായി അല്ലെങ്കിൽ ഞാൻ എന്നെപ്പറ്റി തന്നെ നെഗറ്റീവായിട്ട് തോന്നിയിരുന്ന സമയങ്ങൾ ഞാൻ ചെയ്തിരുന്ന കാര്യം. ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്. എൻ്റെ ടാലൻസ് കൗണ്ട് ചെയ്യുന്ന പരിപാടി. ഞാൻ എന്നോട് ചെയ്തിരുന്ന പരിപാടി, ഞാനൊരു ബുക്ക് അതിനോട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തു. ഞാനിങ്ങനെ എഴുതും എന്തൊക്കെയാണ് എൻ്റെ ടാലൻസ്, ഓരോ കാര്യത്തിലുമുള്ള എൻ്റെ ടാലൻസ്. ഇപ്പം എഡ്യൂക്കേഷനിലാണെങ്കിൽ പഠിക്കുന്നതിൽ എനിക്കുള്ള ടാലൻസ്, അല്ലെങ്കിൽ ആൾക്കാരോട് ഡീൽ ചെയ്യുന്നതിൽ എനിക്കുള്ള ടാലൻസ്, എൻ്റെ ഇൻ്റലക്ച്വൽ ടാലൻസ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി എന്തൊക്കെയാണ് എൻ്റെ ടാലൻസ്. ആൾക്കാരോട്ട് വലിയ കമ്പാരിസൺ ചെയ്തിട്ടല്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ടാലൻറ്റ് എന്താണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ടാലൻറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഒരു പ്രത്യേക ഒരു പരിപാടിയൊക്കെ എനിക്ക് മാറ്റി. ഡെയിലി ഞാൻ അതിനുവേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യും. എന്തൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെയും ചിലപ്പോൾ ഞാൻ ഈ ഒരു മൈൻഡും എൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അപ്പോൾ എഴുതി വെക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാനിങ്ങനെ കുറേ ടാലൻ്റായി കേട്ടോ, കുറേ നമ്പറായി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എഴുതുന്ന പലതവണ വായിക്കും. വെറുതെ എഴുതി വെച്ചിട്ട് പോരല്ല, എഴുതിയത് ഇങ്ങനെ പലതവണ ഒരു ദിവസം ഇങ്ങനെ വായിക്കും. അത് ഒരു 30 ദിവസത്തിൽ കൂടുതൽ ഞാൻ തുടർച്ചയായിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നി, വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എന്നെ തന്നെ എനിക്ക് ചില സാധനങ്ങളൊക്കെ ഉണ്ട്, പോസിറ്റീവ്സൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. അതെനിക്ക് വളരെ വളരെ പോസിറ്റീവായിരുന്നു ആ ഒരു മെത്തേഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സിമ്പിൾ മെത്തേഡാണ്. രണ്ടാമത് എനിക്ക് ഹെൽപ്പ് ചെയ്തൊരു സംഭവം, ഞാൻ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ ഒരു വലിയൊരു പ്രശ്നം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യലായിരുന്നു. ഒരു നെഗറ്റീവ് കമ്പാരിസനാണ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കഴിഞ്ഞ് മേലെ കുറച്ചും കൂടെ ഓരോ കാര്യത്തിലും പെർഫോം ചെയ്യുന്നവർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക. അവരും അതുപോലെ കമ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും നമുക്ക് അവരെ കഴിഞ്ഞ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നത്. പക്ഷെ അവർക്ക് വേറെ കാര്യങ്ങളിൽ നമ്മളെ കഴിഞ്ഞ് ചിലപ്പോൾ താഴെയായിരിക്കും. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള വരുന്നത്, ഇങ്ങനെ നമ്മളെ മേലെയുള്ളവരെ മാത്രമേ നമ്മൾ കാണുള്ളൂ. അങ്ങനെ തന്നെ ഒരു നെഗറ്റീവ് വേയിൽ ഇങ്ങനെ കമ്പയർ പോകുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ശരിക്കും സ്റ്റോപ്പ് ചെയ്തു. മാത്രമല്ല ചില സമയങ്ങളിൽ അത്ര നല്ല രീതിയാണോ എന്ന് ഞാനത് പറയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്ത സാധനം ഒരു പോസിറ്റീവ് കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്ന് കരുതി. അതായത് നമ്മളത്രയും പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്, അവരെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രകൃതിയോട്, ദൈവത്തോട്, അല്ലെങ്കിൽ നമ്മളോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആവാമല്ലോ. അവരെ കഴിഞ്ഞും ചില കാര്യങ്ങൾ എനിക്കുണ്ട്. അതാണ് നമ്മുടെ പോസിറ്റീവ് കമ്പാരിസൺ. ഏതായാലും അത് വേണമെങ്കിൽ അതിലെ കഴിഞ്ഞും ഈ നെഗറ്റീവ് കമ്പാരിസൺ കഴിഞ്ഞും ബെസ്റ്റാണ്. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത മെത്തേഡ് കമ്പാരിസൺ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. എപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നിയാലും അപ്പോൾ ഞാൻ സ്റ്റോപ്പ്, നോ, പാടില്ല. ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു കേട്ടോ. മൂന്നാമത്തെ സാധനം, ഞാൻ എന്നെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിങ്ങനെയാണ്, ഓക്കെ, എനിക്കിങ്ങനെയൊക്കെ മതി, എനിക്ക് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാവും, ഇരിക്കട്ടെ, എന്തിനാണ് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഐ ലവ് മൈ സെൽഫ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോളെ തട്ടി പറയും, ഐ ലവ് യു റിക്സൺ. എൻ്റെ തോളെ തട്ടി ഞാനിങ്ങനെ അല്ലെങ്കിൽ എന്നെ തന്നെ ലവ് ചെയ്യാൻ തുടങ്ങി, വെർബലി പറഞ്ഞിട്ട്. അതെനിക്ക് നല്ല പോസിറ്റീവായിരുന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരു മനുഷ്യനും അറിയില്ല കേട്ടോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്താൽ
നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഉദാഹരണമായി നമ്മളിങ്ങനെ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, ആരും ആ സമയത്ത് ഫോട്ടോ എടുക്കാനോ പത്രത്തിടാനൊന്നും ഇല്ല. നമ്മൾ തന്നെ നമ്മളെ കാണുക, നമ്മുടെ മനസ്സ് തോന്നിയ നല്ല കാര്യമല്ലേ, ആ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അപ്രിസിയേഷൻ കൊടുക്കുക, ഗുഡ്. അല്ലാതെ ഒരു പട്ടിയും നമ്മൾ ആ സമയത്ത് അപ്രിഷ്യേറ്റ് ചെയ്യില്ല, നമുക്ക് നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തു കേട്ടോ. ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും ഞാൻ കുറച്ച് നന്നായിട്ട് ചെയ്തു എന്ന് തോന്നിയാൽ ഞാൻ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി, അതൊരു ശീലമാക്കാൻ തുടങ്ങി. എനിക്കിത് കുറേ നാൾ ഞാനത് ബോധപൂർവ്വം ട്രൈ ചെയ്തു. കാരണം എൻ്റെ ഒരു മനസ്സിൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സെൽഫ് എസ്റ്റീം കുറച്ച് വളരെ ലോ ആയിരുന്ന ആണെന്ന് ആ സമയത്ത് എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ. അപ്പോൾ എനിക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കണ്ടുപിടിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം കാണിച്ചാൽ, തെറ്റ് ചെയ്താൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണിച്ചാൽ അതായിരിക്കും എൻ്റെ മനസ്സ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാനിത് ഈ പോസിറ്റീവ് എന്നെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ട്രൈ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ എന്ത് നല്ലത് ചെയ്തെന്ന് തോന്നിയാലും ഞാൻ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. അതൊരു കുറച്ച് ബോധപൂർവ്വം ഞാനിങ്ങനെ ട്രൈ ചെയ്തു. അത് നല്ല ഗംഭീര റിസൾട്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വളരെ പോസിറ്റീവായിരുന്നു. നാലാമതൊരു കാര്യം ഞാൻ ചെയ്തത് സജഷൻസ് ആണ്. അത് ഞാൻ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്സൊക്കെ എൻ്റെ കുഞ്ഞുനാൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഓട്ടോ സജഷൻ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്ന് ഞാനിങ്ങനെ മെഡിറ്റേഷൻ മോഡിലൊക്കെ ഇരിക്കും. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഒരു സമയത്ത് എനിക്ക് ഗുഹയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സന്യാസികളുടെ കൂടെയായിരുന്നു എൻ്റെ ഒരു നല്ലൊരു സമയം. അപ്പോൾ ആ സമയത്ത് അവിടെ ഗുഹയൊക്കെ ഉണ്ടായിരുന്നു, അവരിങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ കുറേ നാളുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കുറേ സജഷൻസ് ഞാനിങ്ങനെ എഴുതിയുണ്ടാക്കി. എൻ്റെ സെൽഫ് എസ്റ്റീം, എൻ്റെ പോസിറ്റീവ് പറയുന്ന, എൻ്റെ സെൽഫ് എസ്റ്റീം നന്നായിട്ട് കൂട്ടാൻ പറ്റുന്ന കുറേ നല്ല പോസിറ്റീവ് സജഷൻസ്. അതായത് ഒറ്റ ചെറിയ സിമ്പിൾ സജഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം ഗുഡ്, ഓക്കെ, ഐ ആം ഗുഡ് എന്ന ഒരു സജഷൻ തന്നെ നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെയുള്ള ചെറിയത് മുതൽ അങ്ങനെ പലതരം സജഷൻസ് ഞാൻ എഴുതിയുണ്ടാക്കി പലതവണ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ മോഡിലിരുന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര ഗംഭീര റിസൾട്ട് ഉണ്ടാക്കിയ സാധനം. ഈ 4 കാര്യം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ നല്ലതെന്ന് തോന്നിയാൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ഒരു സിറ്റുവേഷനിൽ ഉള്ള ഒരാൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡ് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു തരുന്ന ഒരു തെറപ്പിയായിട്ടൊന്ന് കമ്പയർ ചെയ്യരുത്. ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ നമുക്ക് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ അവിടെ നിന്ന് പോയിട്ട് ഈ സെൽഫ് ഹെൽപ്പ് അല്ല ചെയ്യേണ്ടത്. ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സെൽഫ് ഹെൽപ്പ് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ടീനേജിലും യങ് ഏജിലൊക്കെ സെൽഫ് കോൺഫിഡൻസിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ നന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതിന് നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.